മഷ്റൂം കൊണ്ടൊരു മഷ്റൂം ഗ്രേവി ഉണ്ടാക്കാം. അതിനായി 200 ഗ്രാം മഷ്റൂം. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: ഒരു 2 മീഡിയം സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ഒരു 10 കുഞ്ഞുള്ളി അരിഞ്ഞത്, ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് കീറിയത്, മല്ലിയില, കറിവേപ്പില, കുറച്ച് കാഷ്യൂ നമുക്ക് അരച്ച് പേസ്റ്റായി എടുക്കണം. ഏകദേശം ഒരു 15 എണ്ണം. പിന്നെ വേണ്ടത്, ഞാൻ വെളിച്ചെണ്ണയിലാണ് ഈ കറി ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം, പിന്നെ മസാലപ്പൊടികൾ: മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഈ മഷ്റൂം എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയത് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ മഷ്റൂമിൻ്റെ തൊലി നമ്മൾ ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. ഇതേപോലെ ഈ ഒരെണ്ണത്തിൻ്റെ തോടെല്ലാം നമ്മൾ കംപ്ലീറ്റ് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പീസാക്കി എടുക്കണം. ഏകദേശം ഇത്രയും തൊലിയുണ്ട് അതിൻ്റെ വേസ്റ്റ്. മഷ്റൂം എല്ലാം തൊലി കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ 4ആയി മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നോ. ഒരു കടായി അടുപ്പിൽ വെച്ച് നമുക്ക് സ്റ്റവ് കത്തിക്കാം. ചൂടാകുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടാകുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നമുക്കതിലേക്ക് 1 തണ്ട് കറിവേപ്പില, ഉള്ളി അരിഞ്ഞത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. സമയം ഉള്ളി നമുക്ക് സൈഡിലോട്ടാക്കിയ ശേഷം മസാലപ്പൊടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യും. ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. പച്ചമണം മാറുന്നവരെ മൂപ്പിക്കും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം തക്കാളി ചേർക്കാം. പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂൺ മഷ്റൂം ചേർക്കാം. കൂൺ ചേർത്തെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിക്കാം. നമുക്ക് അടപ്പൊന്ന് തുറക്കാം. മഷ്റൂമൊക്കെ ഒരുവിധം
എന്താ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർക്കാം, 1/2 ഗ്ലാസ്. ചൂടുവെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ചൊന്ന് ഒരു 8-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്ക് അടപ്പൊന്ന് തുറക്കാം. തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മഷ്റൂം ഗ്രേവി കുറേയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെക്കാം. അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കാം. അടപ്പൊന്നും എടുക്കാം. മഷ്റൂം ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പൊന്നും കൂടെ നോക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ്. ലാസ്റ്റ് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം പേസ്റ്റ് ആക്കിയ കാഷ്യൂ പേസ്റ്റ് ചേർക്കാം. അത് മിക്സ് ചെയ്ത ശേഷം സ്പൂൺ ഗ്രേവി റെഡി. അതാ മഷ്റൂം ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമ്മൾ മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇനി ഇരുന്ന് തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. മഷ്റൂം ഗ്രേവി റെഡി. അപ്പം, ചോറ്, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഫ്ലെയിം ഓഫ് ചെയ്യും. മഷ്റൂം ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം.